കൂടുതൽ ഈ ചൂടിൻ്റെ ഒരു എരിപൊരി സഞ്ചാരം അനുഭവിച്ചുകൊണ്ടിരുന്ന ജില്ലയാണ് പാലക്കാട്. അപ്പോൾ പാലക്കാടിൽ എന്താണ് സാഹചര്യം? അവിടെ മഴ എത്തിയിട്ടുണ്ടോ? വേനൽ മഴ അങ്ങോട്ട് പോയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മളിലേക്ക് എത്തിക്കുവാൻ സന്തോഷ് സല്ലങ്ങി കൂടി തയ്യാറായിട്ടുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ കാലാവസ്ഥയിൽ വേനൽ മഴ എത്തി അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ പങ്കുവെക്കുകയായിരുന്നു. പാലക്കാടിൻ്റെ അവസ്ഥ എന്താണ്? ചൂടിന് എന്തെങ്കിലും കുറവ് പങ്കുവെക്കുവാനുണ്ടോ? അങ്ങനെ ഒരു സന്തോഷകരമായ വാർത്ത. ഗുഡ് മോർണിംഗ് സുന്ദൂരി. എന്തായാലും മഴയൊന്നും പാലക്കാട് എത്തിയിട്ടില്ല. അങ്ങനെ ആഹ്ലാദിക്കാൻ വകയൊന്നും പാലക്കാട് ജില്ലയ്ക്ക് ലഭ്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇന്നലെ മുതൽ നേരിയ തോതിൽ മഴയുണ്ടെങ്കിലും പാലക്കാടിലെ സ്ഥിതി ആ ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാമെന്ന്, കഴിഞ്ഞ 17 ദിവസമായി 39-40 ഡിഗ്രിയൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ താപനില. പക്ഷേ അത് ഇന്നലെ 37 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് 37 ആണ് എന്നാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്താണ്. അല്പമെങ്കിലും വേനൽ ചൂടിന് കുറവുള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ 7:45 എന്ന സമയം. ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള കായിക പരിശീലനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇതുകൂടെ കഴിഞ്ഞാൽ, ഈ സമയം കൂടെ കഴിഞ്ഞാൽ, ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പുറത്ത് ഔട്ട്ഡോർ ഗെയിംസിനോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷനോ പറ്റുന്ന ഒരു കാലാവസ്ഥയൊന്നും അല്ല പാലക്കാട് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉള്ളിലേക്ക് പോകണം, വീട്ടിനുള്ളിൽ തന്നെ നിൽക്കണം. നേരിട്ട് ഒരു കാരണവശാലും വെയിലേൽക്കാൻ പാടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 318ഓളം പേർക്കാണ് ഈ ചൂട് ഉഷ്ണ സംബന്ധമായ പൊള്ളലടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയാവുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം 2 പേർക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 218ഓളം പേർക്ക് തൊലി പൊള്ളി അടർന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ, അതായത് ചൂട് ഹീറ്റ് കാരണമുള്ള കുരു, അങ്ങനെയുള്ള തൊലി പൊള്ളി അടർന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നൊരു ജില്ല കൂടിയാണ് പാലക്കാട്. ഇപ്രാവശ്യം എന്തായാലും ഒരു കനത്ത ചൂട് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഴയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ പാലക്കാടിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലുള്ളൊരു നേരിയ മഴ, കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലുള്ളതുപോലുള്ളൊരു നേരിയ മഴ പാലക്കാടിൻ്റെ പല ഭാഗത്തും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പാലക്കാട് നിന്ന് ഈ ചിറ്റൂർ, കൊല്ലങ്കോട് തുടങ്ങി തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന മേഖലകളിൽ മഴ സാധ്യത കുറവാണെങ്കിൽ പോലും ഇങ്ങോട്ട് ഒറ്റപ്പാലം മുതൽ മണ്ണാർക്കാട് ആ മേഖലകളിലൊക്കെ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. ഇന്നും നാളേക്കകം മഴ വരണം, അല്ലെങ്കിൽ അതിരൂക്ഷമായൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം ഇപ്പോൾ തന്നെ ഡാമുകളിലൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കടുത്ത വരൾച്ച. അത് കാരണം ഇന്നലെ മംഗലം ഡാമിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം തുറന്നു വിട്ടു. കാരണം അത്രയേറെ കാർഷിക പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം കൂടിയാണ് അങ്ങനെ തീരുമാനിച്ച. മഴയാണെങ്കിൽ 24% മഴയൊക്കെ ലഭിച്ചിട്ടുള്ളൂ. കാരണം പ്രതീക്ഷിക്കപ്പെട്ട മഴയേക്കാൾ 74% കുറവ്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും വരൾച്ച നേരിടുന്നുണ്ട്. ഈ ചൂട് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കാരണം പിന്നെ പാലക്കാടിൻ്റെ ഒരു പ്രത്യേക കാലാവസ്ഥ അറിയാമല്ലോ, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂട് കാറ്റ്, പൊടിക്കാറ്റൊക്കെ നേരിടുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് ഈ രാത്രിയും താപനില കുറയുന്നില്ല. അതുകൊണ്ട് ഇഴജന്തുക്കളുടെ സാന്നിധ്യമൊക്കെ കൂടുകയാണ്. പാമ്പ് കടിയേക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. കാരണം കഴിഞ്ഞ മാസം മാർച്ച് മാസം 44 പേർക്ക് പാമ്പ് കടി ഏറ്റു എന്നാണ് ജില്ലാ DMO അറിയിച്ചത്. പക്ഷേ ഇപ്രാവശ്യം 45-ലേറെ ആയിരിക്കുന്നു. 3000-ഓളം പാമ്പുകളെ ഇവിടെ ഈ പല വിഭാഗങ്ങളിലായി ഫോറസ്റ്റ് വിഭാഗമൊക്കെ പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ജില്ല കടന്നു പോകുന്നത്. എന്തായാലും മഴയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അല്പമെങ്കിലും കാലാവസ്ഥ ഇച്ചിരി തണുപ്പ് വരട്ടെ, ഈ ചൂടൊന്ന് കുറയട്ടെ എന്ന്. കാരണം പുറത്തിറങ്ങാൻ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഈ നേരിട്ട് വെയിലേൽക്കുന്ന പകൽ സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാനാകാത്തൊരവസ്ഥ അതിഭീകരമാണല്ലോ സുന്ദൂരി. അതെ സന്തോഷ്, ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളും ആശംസിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ പെയ്യുന്ന മഴയുടെ കുറച്ച് ഭാഗമെങ്കിലും അങ്ങോട്ടേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും സുരക്ഷിതമായി തുടരുക. ഞാൻ സന്തോഷിനോട് ആദ്യം ചോദിച്ചത് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ അവിടെ പങ്കുവയ്ക്കാനുണ്ടോ എന്നുള്ളതായിരുന്നു. ഇത്രയും നേരം പറഞ്ഞതിനകത്ത് ഒന്നും സന്തോഷമുള്ളതായിട്ടില്ല എന്നുള്ളതാണ്. പാമ്പും ചൂടും ഒക്കെ ആയിട്ട് അവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു വേനൽമഴയുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായും ഇന്നല്ലെങ്കിൽ നാളെ പാലക്കാട്ടേക്കും ഈ മഴ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.